ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ രണ്ടാമത്തെ ദിവസത്തെ പെയിൻറ്റിങ് പണിൻ്റെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം രാത്രിനെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിന് വെള്ളപ്പത്തിന് കേട്ടോ. അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാർ പറഞ്ഞ് നമ്മൾ അരി അരച്ച് വെക്കുമ്പം അതിൻ്റെ മുകളിലൊരു കല എന്തെങ്കിലും കയറ്റി വെച്ചാൽ അങ്ങോട്ട് പുറത്തേക്ക് തൂവി ഒലിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തരും അവനറിയണ ഓരോരോ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്കും കൂടി ഹെൽപ്പ് ആവുമല്ലോ, നമുക്കറിയാത്തത് കമൻ്റെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ മാവ് പൊങ്ങിങ്ങാണ്ട് കലത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, പൊങ്ങി പുറത്തേക്ക് ഒലിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ മിക്സ് ചെയ്തുങ്ങാണ്ട് അവിടെ മാറ്റി വെക്കുകയാണ്. നമ്മൾ മിക്സ് ചെയ്തുങ്ങാണ്ട് മാറ്റി വെക്കുമ്പോൾ ഒന്നും കൂടി മാവുകൊണ്ട് സ്മൂത്ത് ആവും ചെയ്യും, ഒന്നും കൂടി ഇങ്ങോട്ട് പൊങ്ങി വരും ചെയ്യും നമ്മൾ ചുടാനാവുമ്പോൾ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. നമുക്ക് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് ഇന്നലെ രാത്രി തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിന്. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നും തന്നെ നമുക്കൊരു കാറ്ററിംഗ് വർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കേട്ടോ. 4 കിലോ ചിക്കൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തൊലി കളഞ്ഞ് വെച്ചിനി, കഴുകിയിട്ടില്ല. അങ്ങനെ തൊലി കളഞ്ഞങ്ങാണ്ട് അവിടെ അങ്ങനെ അടച്ച് വെച്ചേക്കാണ് രാത്രി തന്നെ. അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഇടയിൽ. അപ്പം നമുക്ക് ഗ്രീൻ പീസ് കറിക്കുള്ള പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊക്കെ ഉരുളക്കിഴങ്ങും അതേപോലെ ഒരു സവാളയും ചെറിയൊരു പീസ് ക്യാരറ്റും ആണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചങ്ങാണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കഴുകാൻ പുറത്തേക്ക് പോയി. പുറത്താകുമ്പോൾ ഈ കറുപ്പ് സംഭവം ഉണ്ടാവില്ലേ ഈ ഉള്ളിമ്മ സവാളമ്മേ, അപ്പോൾ അതൊക്കെ നല്ലോണം വരുതി കഴുകി കളയണമെങ്കിൽ പുറത്തേക്ക് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് നല്ലോണം കഴുകി കളഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മളെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു കട്ട അത് എടുത്ത് വെച്ചേക്കണം കേട്ടോ. പച്ചമുളകും പിന്നെ ക്യാരറ്റ് സവാള പിന്നെ കിഴങ്ങ്. അപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് വെന്തിട്ട് വേണം കേട്ടോ, ഒരു പകുതി 3/4 വേവായിട്ട് വേണം കേട്ടോ നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഒപ്പിട്ടാൽ പിന്നെ ഇതിങ്ങനെ കടിക്കും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീൻ പീസും തന്നെ നല്ലോണം വേവായാലേ നമ്മളെ കറിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മളെ പച്ചക്കറിയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ പൊടികളായിട്ട് നമ്മളിവിടെ കുറച്ച് കുറുമ മസാല ഉണ്ടല്ലോ അതിൻ്റെ പൊടി ഉണ്ടായിന്, അത് കുറച്ച് ഒരു 2 ടീസ്പൂൺ ഞാനേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, എടുക്കാൻ മറന്നുപോയി. ഇടലൊക്കെ കഴിഞ്ഞിട്ടോ ഓർമ്മ വന്നേ. അങ്ങനെ അതൊക്കെ കുക്കറിൽ ഞാൻ 2 വിസിലിന് വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുക്കറൊക്കെ തുറന്നുങ്ങാണ്ട് നോക്കിയപ്പോൾ നല്ലോണം വെന്തിക്കണം. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ഗ്യാസിൽ പാല് തിളക്കാൻ വെച്ചിക്കണേ, ചായക്ക് വെള്ളം വെച്ചിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരച്ചങ്ങാണ്ടേക്ക് ഒഴിക്കുക. അപ്പോൾ തേങ്ങയിൽ ഞാനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ, വെറും തേങ്ങ മാത്രമാണ്. പിന്നെ അതൊന്ന് മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് അങ്ങനെ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറുമക്കറി മഞ്ഞ കളറല്ലേ വെള്ള കളറല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടില്ല. കുറച്ച് ഗരം മസാലയും അതേപോലെ വൈറ്റ് കുരുമുളകിൻ്റെ പൊടി ഉണ്ടായിന് അതും ഇട്ടെടുത്തു. വൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റ് ആകുമ്പോൾ വൈറ്റ് കളറിൽ തന്നെ അങ്ങനെ നിൽക്കും. ഞാൻ അത് ഇട്ടെടുത്തങ്ങാണ്ട് മിക്സ് ചെയ്തിട്ടോ. ഇനി ഇത് തൂമിച്ചെടുക്കണമെങ്കിൽ തൂമിച്ചെടുക്കുക, കടുകൊക്കെ ഇട്ടുങ്ങാണ്ട്. പിന്നെ ഞാൻ തൂമിക്കണില്ല, ഞാൻ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും അതേപോലെ പച്ചക്കറി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാത്തങ്ങാണ്ട് അങ്ങനെ ഓഫാക്കുകയാണ്. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണത്. അങ്ങനെ നമ്മളെ എന്താ പറയുക പച്ചക്കറി കുറുമ ഗ്രീൻ പീസ് കുറുമ ഉണ്ടല്ലോ അത് സെറ്റായി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പം എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നത് മാത്രം കേട്ടോ, പുതിയ ആൾക്കാർ കാണുന്നവരുണ്ടെങ്കിലോ. അങ്ങനെ കറിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം അപ്പത്തിൻ്റെ മാവിലൊക്കെ ഞാൻ ഉപ്പിട്ടുങ്ങാണ്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാലോ, അപ്പോൾ കണ്ടോ ഒന്നും കൂടി ഇങ്ങോട്ട് പതഞ്ഞ് പൊങ്ങി വന്നിക്കണ്, നല്ല സ്മൂത്തായി വന്നിക്കണം മാവ്. അപ്പോൾ ചട്ടിയൊക്കെ നല്ല ചൂടായിട്ട് വേണ്ട മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചുടുന്നുണ്ട്. അങ്ങനെ മക്കളൊക്കെ ചായ കുടിച്ച് മദ്രസക്കൊക്കെ പോകുന്നുണ്ട്. കറിയും ചായ ആദ്യം ആയാൽ പിന്നെ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, കറിയും ചായയും ആദ്യം ഉണ്ടാക്കി വെക്കും. പിന്നെ ദോശയാണെങ്കിലും അപ്പാണെങ്കിലും അങ്ങനെ ചുട്ടിങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അങ്ങനെ എല്ലാവരും ചായയോടെയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിയൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടെടുത്തുകൊണ്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിനി.
അപ്പം ഇന്ന് കാറ്ററിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വർക്ക് കുറച്ച് സാവധാനം ചെയ്ത് കൊടുത്താൽ മതി, കാരണം വാർപ്പിനാണ്. അപ്പോൾ ഒരു 3 മണി 4 മണിയൊക്കെ ആകും വാർപ്പൊക്കെ കഴിഞ്ഞാണ്ട് ചോറ് തിന്നാൻ. അപ്പോൾ ഇതിന് പിന്നെ സാവധാനം മതിയല്ലോ വിചാരിച്ചാണ്ട് ഇങ്ങനെ എൻ്റെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടാട്ടോ പിന്നെ ഇതിന് നിൽക്കുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചു. ബിരിയാണിയൊക്കെ പിന്നെ കാറ്ററിങ്ങിൽ ഇങ്ങനെ കാണിക്കണമല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു ബോറടി വേണ്ട വിചാരിച്ചാണ്ട് ഇന്നത്തെ ബിരിയാണിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെ പണിക്കാർക്ക് ചോറ് കൊടുക്കട്ടെ. അവൾക്കൊന്ന് വെറും ചോറാട്ടോ കൊടുക്കണത്. ബിരിയാണി ഒരു തരാന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ്. സാധാ ചോറ് അവിയല് എന്താ ടേസ്റ്റ്, സാമ്പാർ അതിന്റെ ഒപ്പം സാമ്പാർ. അങ്ങനെ അവൽക്കുന്ന അവിയലും സാമ്പാറും പപ്പടം മീൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ചോറ് കഴിക്കണം. അപ്പോൾ തള്ളലൊക്കെ കേട്ടില്ല നിങ്ങൾ. അങ്ങനെ അവർക്ക് ചോറ് കൊടുക്കലും പാത്രം കയ്യിലും കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ബിരിയാണി കൊണ്ടുപോകാനായിക്കണം കേട്ടോ. അപ്പോൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചിട്ടാട്ടോ അവിടെ നിന്ന് കൊണ്ടുപോകണത്. സമയം 3 മണി ആയിക്കണം. ഇപ്പം നമ്മളെ കണ്ടോ, നമ്മളെ വീടിൻ്റെ ഉൾഭാഗം ഏകദേശം എന്താ പറയുക വർക്ക് കഴിയാനായിക്കണം. അപ്പം ഇത് പണിക്കാർ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.